ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് +1 കെമിസ്ട്രിയാണ് നോക്കുന്നത്. ആദ്യം ഹക്കിൾസ് റൂൾ ഓഫ് ആരോമാറ്റിസിറ്റി എന്താണെന്ന് പഠിക്കാം. ഹക്കിൾസ് റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് സൈക്ലിക് പ്ലെയിനാർ കോഞ്ചുഗേറ്റഡ് സിസ്റ്റം കണ്ടെയ്നിങ് 4n+2 പൈ ഇലക്ട്രോൺസ് ആർ ആരോമാറ്റിക്. എന്താണ് ഹക്കിൾസ് റൂൾ പറയുന്നത്? സൈക്ലിക് പ്ലെയിനാർ കോഞ്ചുഗേറ്റഡ് സിസ്റ്റംസ് കണ്ടെയ്നിങ് 4n+2 പൈ ഇലക്ട്രോൺസ് ആണെങ്കിൽ അവയെ നമ്മൾ ആരോമാറ്റിക്. ഇതാണ് ഹക്കിൾസ് റൂൾ പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഗ്യാസ് ഈസ് ഫോംഡ് വെൻ വാട്ടർ ഈസ് ആഡഡ് ടു കാൽഷ്യം കാർബൈഡ്? CaCa2ൻ്റെ കൂടെ നമ്മൾ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്യാസ് ഈഥൈൻ ആണ്, അല്ലെങ്കിൽ അസറ്റലൈൻ. CH ട്രിപ്പിൾ ബോണ്ട് CH ഈഥൈൻ അല്ലെങ്കിൽ അസറ്റലൈൻ എന്ന് വിളിക്കാം. അപ്പോൾ കാൽഷ്യം കാർബൈഡ് CaC2+H2O കാണുവാണെങ്കിൽ എന്താ പ്രോഡക്റ്റ്? ഈഥൈൻ. കിട്ടുന്ന ഗ്യാസ് എന്താ? ഈഥൈൻ അല്ലെങ്കിൽ അസറ്റലൈൻ എന്ന് നമുക്ക് വിളിക്കാം. വാട്ട് ആർ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? എന്താണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? ഏതെങ്കിലും ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്, എക്സാമ്പിൾ വെച്ച് ബെൻസീൻ്റെ റിയാക്ഷൻ ഏതെങ്കിലും കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്താ? ദീസ് ആർ റിയാക്ഷൻ ഇൻ വിച്ച് വീക്ക് ഇലക്ട്രോഫൈൽ ഈസ് റിപ്ലേസ്ഡ് ബൈ എ സ്ട്രോങ് ഇലക്ട്രോഫൈൽ. അപ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വീക്ക് ഇലക്ട്രോഫൈലിനെ ഒരു സ്ട്രോങ് ഇലക്ട്രോഫൈൽ വെച്ച് റീപ്ലേസ് ചെയ്യുന്ന പ്രോസസ്സാണ്, അല്ലെങ്കിൽ റിയാക്ഷനാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഏതൊക്കെയാണ്? നൈട്രേഷൻ ഉണ്ട്, സൾഫോണേഷൻ ഉണ്ട്, ഹാലജനേഷൻ ഉണ്ട്, ഫിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ഉണ്ട്, അസൈലേഷനും ഉണ്ട്. ഏതൊക്കെയാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? നൈട്രേഷൻ, സൾഫോണേഷൻ, ഹാലജനേഷൻ, ഫിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷനും ഫിഡൽക്രാഫ്റ്റ് അസൈലേഷനും. നമുക്കൊരു എക്സാമ്പിൾ നൈട്രേഷൻ്റെ തന്നെ നോക്കാം. ബെൻസീനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് HNO3യും കോൺസെൻട്രേറ്റഡ് H2SO4ഉം വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. കോൺസെൻട്രേറ്റഡ് HNO3യും കോൺസെൻട്രേറ്റഡ് H2SO4. ബെൻസീനെ കോൺസെൻട്രേറ്റഡ്, ഓർത്തോണം കോൺസെൻട്രേറ്റഡ് ആണ്. കോൺസെൻട്രേറ്റഡ് HNO3, അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് H2SO4. കോൺസെൻട്രേറ്റഡ് H2SO4 ബെൻസീനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നൈട്രോ ബെൻസീൻ ആയിരിക്കും. നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? നൈട്രോ ബെൻസീൻ. ബെൻസീൻ റിങ്ങിൽ NO2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ബെൻസീൻ റിങ് വരയ്ക്കുക, NO2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് വെക്കുക. NO2 ഗ്രൂപ്പ്, NO2 ഇതാണ് നൈട്രോ ബെൻസീൻ. അപ്പോൾ നൈട്രേഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് HNO3യിലും കോൺസെൻട്രേറ്റഡ് H2SO4ൻ്റെ പ്രസൻസിൽ ബെൻസീനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? നൈട്രോ ബെൻസീൻ ആയിരിക്കും. ഈ HNO3 മാത്രമായിട്ട് നമുക്ക് തന്നിട്ട് ഇക്വേഷൻ ചോദിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് എഴുതിയാൽ അത്? ബെൻസീൻ റിങ്ങിൽ NO2 എഴുതിക്കോണം ഉത്തരം. അപ്പോൾ അതെന്തായിരിക്കും? നൈട്രോ ബെൻസീൻ. ഇനി നോക്കുക അടുത്ത ചോദ്യം. എമോങ് ദി പോസിബിൾ കൺഫോർമേഷൻ ഓഫ് ഈഥെയ്ൻ നമ്മൾ സ്റ്റാഗേർഡ് കൺഫോർമേഷനും അതുപോലെ തന്നെ എക്ലിപ്സ്ഡ് കൺഫോർമേഷനും പഠിച്ചു. അതിൽ ആരാണ് കൂടുതൽ സ്റ്റേബിൾ? മോസ്റ്റ് സ്റ്റേബിൾ ഫോം എന്ന് പറയുന്നത് സ്റ്റാഗേർഡ് കൺഫോർമേഷൻ. ആരാണ് സ്റ്റേബിൾ? സ്റ്റാഗേർഡ് കൺഫോർമേഷൻ ആണ്. ഐസോമറൈസേഷൻ എന്താണെന്ന് നോക്കാം. N ആൽക്കൈൻസിനെ നമ്മൾ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിൻ്റെയും HCl ഗ്യാസ്, ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസിൻ്റെയും പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ അത് ഐസോമറൈസ് ചെയ്ത് ബ്രാഞ്ച്ഡ് ചെയിൻ ആൽക്കൈൻസ് ആയിട്ട് മാറും. ഇപ്പം നമുക്ക് N-ഹെക്സൈൻ തന്നിട്ടുണ്ട്. N-ഹെക്സൈനെ ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3, അൺഹൈഡ്രസ് AlCl3 അലൂമിനിയം ക്ലോറൈഡ്, അതുപോലെ തന്നെ ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് HCl ഗ്യാസ് പ്രസൻസിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബ്രാഞ്ച്ഡ് ചെയിൻ ആൽക്കീൻസ് ആയിരിക്കും. അപ്പം എങ്ങനെ എഴുതാം? CH3 സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 CH3. ഇതെന്താണ്? രണ്ടാമത്തെ പൊസിഷനിലാണ് മീഥൈൽ ഗ്രൂപ്പ്. അപ്പോൾ ഇതിൻ്റെ പേര്
2-methyl pentane എന്ന് വരും. 2-methyl pentane. methyl pentane. മോളിക്കുലർ ഫോർമുല നോക്കുവാണെങ്കിൽ സെയിം ആണ്. ഇവിടെ എന്താണ് ബ്രാഞ്ചസ് ആയി വന്നെന്ന് മാത്രമേ ഉള്ളൂ ഒരു കാർബൺ ആറ്റം. ഇനി അതുപോലെ തന്നെ നമുക്ക് തേർഡ് പൊസിഷനിലും ബ്രാഞ്ച് വെച്ച് നമുക്ക് എഴുതാം. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. ഇതിൻ്റെ പേര് മൂന്നാമത്തെ പൊസിഷനിലാണ് മീഥൈൽ ഗ്രൂപ്പ്. അപ്പോൾ 3-methyl pentane എന്ന് വരും. 3-methyl pentane. methyl pentane. ഇങ്ങനെയാണ് ഐസോമറൈസേഷൻ നടത്തുന്നത്. N ആൽക്കീൻസിനെ ബ്രാഞ്ചഡ് ചെയിൻ ആൽക്കീൻസ് ആക്കി മാറ്റുന്നത്. ഓക്കെ, അടുത്ത ആരോമാറ്റൈസേഷൻ നോക്കാം. ആരോമാറ്റൈസേഷൻ എന്ന് പറയുന്നത് N ആൽക്കീൻസ് ഹാവിങ് 6 or more carbon atoms on heating to 773 Kelvin at 10 to 20 atmosphere pressure in presence of oxides of vanadium, molybdenum or chromium supported over alumina, we get aromatic compounds. This reaction is known as aromatization. Aromatization എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കാർബൺ ആറ്റംസ് 6 അതിന് മുകളിലോ ഉള്ള കാർബൺ ആറ്റങ്ങൾസ് നമ്മൾ 773 കെൽവിനിൽ 10 to 20 അറ്റ്മോസ്ഫിയർ പ്രഷറിൽ ഹീറ്റ് ചെയ്യുന്നു. ആറൊക്കെ പ്രസൻസിൽ ഒന്നെങ്കിൽ വനേഡിയം പെൻറ്റോക്സൈഡ് V2O5 അല്ലെങ്കിൽ മോളിബിഡനം ഓക്സൈഡായ MO2O3 MO2O3 അല്ലെങ്കിൽ ഓക്സൈഡ് ഓഫ് ക്രോമിയം CR2O3 സപ്പോർട്ടഡ് ഓവർ അലൂമിന വി ഗെറ്റ് നമുക്ക് ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ആയിരിക്കും പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ NXAന് CH3 സിംഗിൾ ബോണ്ട് CH2 4 times CH3 NXane. ഇത് NXane ആണ്. NXane. ഇനി നമ്മൾ ഒന്നെങ്കിൽ വനേഡിയം പെൻറ്റോക്സൈഡ് V2O5 or MO2O3 or CR2O3. കെൽവിൻ എത്ര? 773 കെൽവിനിൽ 10 to 20 അറ്റ്മോസ്ഫിയർ പ്രഷറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആരോമാറ്റിക് കോമ്പൗണ്ട്സ്. ഇപ്പോൾ 6 കാർബൺ ആറ്റം ഉള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും ആരോമാറ്റിക് കോമ്പൗണ്ട് കിട്ടുന്നത്? ബെൻസീൻ ആയിരിക്കും. ബെൻസീൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ആരോമാറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ N ആൽക്കീൻസ് ഹാവിങ് 6 or more കാർബൺ ആറ്റം ഉള്ളത് നമ്മൾ 773 കെൽവിനും 10 to 20 അറ്റ്മോസ്ഫിയർ. ഇത് കാണുക. ഇനി അതിൻ്റെ കൂടെ V2O5 അല്ലെങ്കിൽ MO2O3 അല്ലെങ്കിൽ CR2O3 ആണ് 6 കാർബൺ ആറ്റം ഇവിടെ ഉള്ളെങ്കിൽ ബെൻസീൻ റിംഗ് അങ്ങോട്ട് വരച്ചേക്കുക. ഈ പ്രോസസ്സിനെ ആരോമാറ്റൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അടുത്തായിട്ട് പൈറോളിസിസ്. ആൽക്കെയിൻസ് ഹാവിങ് 6 or more കാർബൺ ആറ്റംസ് ഓൺ ഹീറ്റിംഗ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ആൽക്കെയിൻസ് 6 അതിൽ കൂടുതൽ കാർബൺ ആറ്റം ഉള്ളതിനെ നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുവാണെങ്കിൽ അത് ഡീകമ്പോസ് ചെയ്ത് ലോവർ ആൽക്കെയിൻസോ ആൽക്കീൻസോ ആയിട്ട് മാറും. ഈ റിയാക്ഷനാണ് പൈറോളിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൽക്കെയിൻസ് ഹാവിങ് 6 or more കാർബൺ ആറ്റംസ് ഓൺ ഹീറ്റിംഗ് അറ്റ് ഹയർ ടെമ്പറേച്ചർ ഡീകമ്പോസസ് ടു ഫോം ലോവർ ആൽക്കെയിൻസോ ഒന്നെങ്കിൽ ആൽക്കീൻസോ ആയി മാറുന്ന റിയാക്ഷനാണ് പൈറോളിസിസ്. നമുക്ക് നോക്കാം. C6H14 ഇത് ഹെക്സൈൻ ആണ്. NXane
ഹയർ ടെമ്പറേച്ചറിൽ നമ്മൾ ഇവയെ ചൂടാക്കുന്നു. അപ്പോൾ നമുക്ക് 3 ടൈപ്പ് പ്രോഡക്റ്റ് കിട്ടാം. പൈറോളിസിസ് ചെയ്യുകയാണ് 773 കെൽവിനിലാണ്. 773 കെൽവിനിൽ. ഒന്നാമതായി നമുക്ക് C6H12 ഒരു ആൽക്കീൻ കിട്ടാം. C6H12 ഹെക്സീനാണ് ഇത് കിട്ടിയേക്കുന്നത്. പ്ലസ് H2. അടുത്തതായിട്ട് C4H8 പ്ലസ് C2H6 ഒരു ആൽക്കീനും ഒരു ആൽക്കെയിനും കിട്ടി നമുക്ക്. C2H6. അടുത്തതായിട്ട് C3H6 പ്ലസ് C2H4 പ്ലസ് CH4. ലോവറായിട്ടുള്ള ഒരു ആൽക്കെയിനും ആൽക്കീൻസും ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. CH4. അപ്പോൾ C6H14 NXIനെ നമ്മൾ 773 കെൽവിനിൽ ഹയർ ടെമ്പറേച്ചറിൽ, അതായത് 773 കെൽവിനിൽ ചൂടാക്കുമ്പോൾ ആൽക്കെയിൻസ് ഡീകമ്പോസ് ചെയ്ത് ലോവർ ആൽക്കെയിൻസും ആൽക്കീൻസുമായി മാറും. ഇവിടെ നമ്മൾ NXIനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ NXIനെ 773 കെൽവിനിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒന്നെങ്കിൽ 2 ഹൈഡ്രജൻ മാറ്റിയിട്ട് ചെയ്ത് അപ്പോൾ C6H12 പ്ലസ് H2 എന്ന് വരും. അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി C4H8 പ്ലസ് ബാക്കി കാർബണാറ്റോ ഹൈഡ്രജൻ ആറ്റോ അപ്പോൾ C2H6. പിന്നെ 2 ആൽക്കീൻസ് ഒരു ആൽക്കെയിനും വരുന്നത്. അപ്പോൾ C3H6 C2H4 പ്ലസ് H4. ഇതാണ് പൈറോളിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.